Dhyan P2 exercise. Man, check out the new trailer of Mastiska Varnam. Yes, Dhyan, I will check out the new trailer for Mastiska Varnam. Ladies and gentlemen, Malayalis, we are back reacting to Mastiska Varnam. Sheshan റിവ്യൂ ഓൾറെഡി വന്നിട്ടുണ്ട്. ട്രെയിലർ ഞാൻ കണ്ടില്ല, ഇതിനെപ്പറ്റി ഞാൻ ഒന്നും കേട്ടില്ല, റിവ്യൂസ് ഒന്നും കേട്ടില്ല, കണ്ട ആരും ഇല്ല. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. റിവ്യൂ ഒന്നും വരാറായിട്ടില്ലല്ലോ. ഫിലിം റിലീസ്ഡ് ഓൺ February 27th. ഇന്നലെ റിലീസായി. റേറ്റിംഗ് വരാൻ ടൈം ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അല്ല എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ, സ്പോയിൽ ചെയ്യരുത് പ്ലീസ്. വിത്തൗട്ട് ഫർദർ ado, let's get into it. ഓക്കെ, let me just skip this. ഇതിൻ്റെ ടീസർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സ്കൈഫൈ ആയിരുന്നു. ഒരാളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെമ്മറി എന്താണ്? ജനിച്ച ദിവസം. ഡയറക്ടേഴ്സ് ഓഫ് എന്താണ് പൊന്മാൻ ഞാൻ കണ്ടില്ല, അത് കാണണമല്ലോ. എന്താണ് ജനിച്ച ദിവസം? തുടങ്ങുന്നതിന് മുന്നേ കയറി ഒബ്ജക്റ്റ് അല്ലേ, തുടങ്ങിയിട്ടില്ല. നിനക്ക് ഫാന്റസിയിൽ ഒരു ആക്ട്രസ് ഇല്ലായിരുന്നു? ഫ്രിഡ. ഈ അവാർഡിൽ എന്നൊരു സ്ത്രീ രൂപം വരുമോ അന്ന് മതി എനിക്ക് ഈ അംഗീകാരം. It is punishable, illegal and cruel. ഒരു ക്രൈം നടന്ന അത് കുടുംബത്തിൽ ഒതുക്കി നിൽക്കാൻ പഠിക്കണം, അല്ലാതെ നാട്ടിലുള്ള കഴപ്പന്മാരെയല്ലേ പഠിക്കുന്നത്. ഞാൻ പിന്നെ പറഞ്ഞു നിൽക്കാൻ സമയമില്ല ചേട്ടാ, എനിക്ക് പോയേ പറ്റൂ. ഇതാണ് മെത്തേഡ് ആക്ടിങ്. കഴിച്ചോ മോളെ, കുളിച്ചോ അവേ. ഹൗസ് കീപ്പർ, ഒരു ട്രിപ്പ് സോങ്, ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് ട്രിപ്പ് സോങ് ഉണ്ടാക്കി താ. അത് തന്നെ എനിക്ക് പറയാനുള്ള. ട്രഡീഷണൽ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ 2-3 സൂപ്പർ സ്റ്റാർസ് അല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ പിള്ളേരല്ലേ. ഇവന്റെ മാമയെക്കാട്ടിലും കഷ്ടം. അഴുക്ക ചെറുകൈ. ഇത് ഒറിജിനൽ മെമ്മറി ആണെന്ന് എന്താ എത്ര ഉറപ്പ്? രോമാഞ്ചമുളവാക്കുന്ന കോടതരങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സെൻസേഷണൽ ആയ ഒരു കേസിൽ സൂപ്പർ സ്റ്റാറിനെതിരെ ലൈവ് തെളിവ് തന്ന ആളാണ്. അല്ലെങ്കിലും വീട്ടിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്ന ഞാൻ ഇപ്പൊ ഒരു കൊലപാതകത്തിന്റെ ഭാഗമായില്ലേ. ഈ പോർണോക്കാരന്റെ അടുത്ത് ആടിനെന്താ കാര്യം? സംശയാസ്പദമാണ്. Attention all units. What's This is a going code on, red man? emergency. ലോകത്ത് ആദ്യമായിട്ടല്ല അച്ഛനും അമ്മയുള്ളപ്പോൾ മക്കൾ മരിക്കുന്നത്. ഒരുപാട് സിനിമാക്കാരും മന്ത്രിമാരും മുൻകൂർ ജാമ്യത്തിന് അപ്ലൈ ചെയ്തിട്ട് സൈറ്റ് ഡൗൺ ആയി. നമ്മുടെ വിൻഡോ ഓപ്പൺ ആകുന്നില്ല, ജാമ്യം കിട്ടിയില്ല. എനിക്ക് പറയുന്നത് എന്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് പോസിറ്റീവ് എന്താ ഇതാണ്. ഐ എം വെരി ഹാപ്പി വിത്ത് സംതിങ് ലൈക്ക് ദിസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ 2 സാധനങ്ങളാണ്. ഒന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, റെഡി പ്ലെയർ 1 എന്ന് പറയുന്നൊരു സിനിമയുണ്ട് ഇംഗ്ലീഷിൽ. റെഡി പ്ലെയർ. അത് കാണാൻ നല്ല സിമിലാരിറ്റി ഇല്ലേ എൻ്റെ ട്രെയിലേഴ്സിൻ്റെ? മസ്തിഷ്കം വരണം. എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? ആഡ് ടാബ് ടു സ്പ്ലിറ്റ് വ്യൂ ആൻഡ് ചൂസ് ടാബ് ടു സ്പ്ലിറ്റ് വ്യൂ. ഓക്കെ, നിങ്ങളിത് 2 ശ്രദ്ധിച്ചോ? രണ്ടിനകത്തും ഈവൻ പോസ്റ്ററിൽ തന്നെ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. എനിക്കിത് ഈ കോൺസെപ്റ്റ് സെയിം ആണോന്ന് അറിയില്ല, എനിക്ക് കുറച്ച് മെട്രിക്സ് പോലെയൊക്കെ തോന്നി. പക്ഷെ അതിനേക്കാളും ഐ ഫീൽ ദിസ് മൂവി സിമിലർ ടു റെഡി പ്ലെയർ 1. ബേസിക്കലി ഇത് സംഭവിക്കുന്നത് റെഡി പ്ലെയർ 1 അത് സംഭവിക്കുന്നത് ഒരു വിർച്വൽ റിയാലിറ്റി ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു VR പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഒയാസിസ് എന്ന് പറയുന്നൊരു കമ്പനി ഇറക്കിയത്. ബോഡിയിൽ നമുക്ക് ടൈ ചെയ്യാം, എന്നിട്ടൊരു വേറെ റിയാലിറ്റി നമുക്ക് ജീവിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഇപ്പോൾ സാധാ സിനിമ കാണാനൊന്നും ആൾക്കാരിൽ എല്ലാവരും AI-യിലാണല്ലോ. ഇത് AI അല്ല, ഇത് വിർച്വൽ റിയാലിറ്റി ആണോ ഇവർ ഉദ്ദേശിച്ചത് അറിയില്ല. ആക്ച്വലി AI ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു വിർച്വൽ റിയാലിറ്റി, എല്ലാവർക്കും VR ഹെഡ്സെറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു വിർച്വൽ റിയാലിറ്റിയിലാണ് മോസ്റ്റ് ആൾക്കാർ സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അവരുടെ ജോലിയും പല കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ആ വിർച്വൽ റിയാലിറ്റി തന്നെയാണ് നടക്കുന്നത്. റിയൽ ലൈഫായിട്ടുള്ള കോൺടാക്റ്റ് ആൾക്കാരിന്ന് പോകുന്നു. അപ്പോൾ ഈ സിനിമയുടെ ടൈറ്റിൽ, ഫിലിമിൻ്റെ മസ്തിഷ്ക മരണം, ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന ടൈറ്റിൽ എല്ലാവരും ഈ ഒരു റിയൽ ലൈഫിൽ നിന്ന് വിട്ടിട്ട്
വിർച്വൽ റിയാലിറ്റി ഇൻവോൾവ് ആയി അതിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ബട്ട് ഐ എം നോട്ട് ഷുവർ. ഈ റെഡി പ്ലെയർ ഒരു അടിപൊളി സിനിമയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കണ്ടു നോക്ക്. നല്ല റേറ്റിംഗ് ഉള്ള സിനിമയാണ്. പിന്നെ ഈ ഗെയിമേഴ്സൊക്കെ ആണെങ്കിൽ യു വിൽ റിയലി ലൈക്ക് ദിസ് കൈൻഡ് ഓഫ്. ഇത് എന്താ ഇത്? കാരണം ഓരോ ഫ്രെയിംസും എനിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് മലയാള സിനിമയിൽ ഇങ്ങനെ ഫ്രെയിംസ് കാണുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷയില്ല. ഈവൻ ലോകയാണെങ്കിൽ കൂടിയും ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ ടീച്ചർ പറഞ്ഞ സെയിം ഡയലോഗ് ഞാൻ ഒന്നുകൂടി പറയണു. മസ്തിഷ്ക മരണത്തിൻ്റെ കണ്ടപ്പോൾ ലൈക്ക് മലയാളി ഓഡിയൻസ് ഈ ഫാൻറ്റസി ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു ജാൻറ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയുള്ള തെളിവാണ് ലോകയുടെ ഇത്രയും വലിയ റീച്ച്. ആ ഒരു മലയാളി ഓഡിയൻസിന് കുറച്ചുകൂടി സൈഫൈ ആയിട്ടുള്ള കുറച്ചുകൂടി യുണീക്ക് ആയിട്ടുള്ള ഇങ്ങനത്തെ ട്രെയിലർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ വീട്ടുകാരൊക്കെ ഈവൻ എഫ് ലൈക്ക് സിനിമ നല്ലതാണെങ്കിൽ സൈഫൈ ആയതുകൊണ്ട് അച്ഛൻ പറയാറില്ല, അമ്മ ചിലപ്പോൾ പറയും എന്താ ഇതെന്ന് പറയാറുണ്ട്. അമ്മ ഇങ്ങനെ ഡയലോഗ് അടിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ അച്ഛൻ പറയാനുള്ള സാധ്യത കുറവാണ്. അച്ഛൻ മറ്റേ ഇംഗ്ലീഷ് ഫിലിംസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ആളാണ്. സോ അങ്ങനത്തെ എൻ്റെ അമ്മയെ പോലെ ചിന്തിക്കുന്ന അമ്മയെ പോലെ, പക്ഷേ അമ്മ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ബട്ട് ലൈക്ക് എന്താ പറയുക, ഫാൻറ്റസി സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നൊരു ജാൻഡ്ര കേൾക്കുമ്പോഴേ ഒന്ന് ലൈക്ക് ആ ഒരു ജാൻഡ്രയുടെ പ്രശ്നം കൊണ്ട് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും സ്റ്റിൽ കേരളത്തിൽ. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ കുറഞ്ഞു. കാരണം വി ഹാവ് ചേഞ്ച്, ടൈംസ് ഹാവ് ചേഞ്ച്, പീപ്പിൾ ആർ അഡാപ്റ്റിംഗ് ടു ദ ചേഞ്ച് ടൈംസ്. ആൻഡ് ഈ ഒരു മൂവിയുടെ റീച്ച് എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇത് കുഴപ്പമില്ലാത്ത മൂവിയാണ്, എന്നിട്ട് ആൾക്കാർ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മലയാളീസ് വേറെ ലെവലെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഇൻ ദിസ് മൂവി. ആൾക്കാരുടെ അക്സെപ്റ്റൻസ്. പിന്നെ സിനിമ നല്ലതായിരിക്കണം. സിനിമ പൊട്ടയായിട്ട് മലയാളികൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ദാറ്റ് ഐ അഗ്രി, ബിക്കോസ് മലയാളീസ് ആർ യൂസ്ഡ് ടു ഗെറ്റിംഗ് ഗുഡ് ഫിലിംസ്. ആൻഡ് ഇതിലെ ഫ്രെയിംസ് ഒന്നും എനിക്ക് കോംപ്രഹെൻഡ് ചെയ്യാനേ പറ്റില്ല. ഇതൊക്കെ എന്ത് ഫ്രെയിം? ഈ ഒറ്റ ഫ്രെയിം നോക്കിയേ, ഇത് എവിടെയാണ്? ഇത് 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 കേരള അല്ല, അതോ സെറ്റാണോ? ഇത് ലോവർ കൊച്ചി കേരളയോ? 2046 ഞാൻ മിസ്സാക്കി. 2046 ഓ മാൻ, 2046 പച്ച ഹെയർ. ഇത് ഫെമിനിസം ആണല്ലോ, പീക്ക് ഫെമിനിസം. I appreciate feminism, honestly. There has to be good feminists. The right kind of feminists are necessary in our society. Right kind of feminists. ജഗദീഷിൻ്റെ ഒക്കെ ഇത് എന്താ ഇയാൾ പിടിച്ചേക്കണേ? ക്യാമറയാണോ? ചില കളിപ്പാട്ടം പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്താണ്? ഒരു മറ്റേ നിയോൺ സൈബർ പങ്കൊക്കെ നിങ്ങൾ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഗെയിമേഴ്സിന് ഇത് ഇഷ്ടപ്പെടും കേട്ടോ, ഐ എം തിങ്കിങ്. കാരണം ഒരു ഗെയിമിങ് ഇതുണ്ട്, ഒരു റെഡി പ്ലെയറിൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ്. ഗെയിമാണ് ദ ഹോൾ VR റിയാലിറ്റി സെറ്റ് ടു പ്ലേ ഗെയിംസ് primarily. Man, I really hope this is a good movie, man. കാരണം സ്റ്റോറി നല്ലതായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെങ്കിലും ഈ മൂവി നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. 2 സ്കെൽറ്റൻസ് മാൻ, ഇത് ഈ ഷോർട്സ് ഓരോ ഫ്രെയിംസ് തന്നെ ദിസ് ഇസ് പിക്സലേറ്റഡ്. ആൾക്കാർ what the hell man, you know what, 2026 അൺടിൽ നൗ ഞാൻ മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ടുള്ള ഫിലിം, ഇവൻ ഞാൻ ലോക സിനിമ പോലെ എക്സൈറ്റഡ് ആണ് ഈ സിനിമയ്ക്ക്. കഥ പൊട്ടയായാലെല്ലാം പൊട്ടയാവും. സോ ഐ എം ഹോപ്പിംഗ് ദാറ്റ് ദർ ഇസ് എ ഗുഡ് കഥ, ബിക്കോസ് മലയാളീസ് ഷുഡ് വാച്ച് ദിസ് കൈൻഡ് ഓഫ് മൂവി. ഇപ്പോൾ ഞാൻ ചില ഹോളിവുഡ് ഫിലിംസ് കാണിക്കുമ്പോൾ അധികം ഏജിലുള്ള പല ആൾക്കാരും എൻജോയ് ചെയ്യാറില്ല, കാരണം അതിൻ്റെ ഒരു സൈഫൈ ഫാൻറ്റസി എലമെൻറ്റും ഉണ്ട്. ഇങ്ങനത്തെ ഫിലിംസ് അവർ എൻജോയ് ചെയ്ത് തുടങ്ങിയാൽ ദേ ഡെഫിനറ്റ്ലി എൻജോയ് ദ ഹോളിവുഡ് ഫിലിംസ് ആസ് വെൽ. യെസ് കമൻസ് ഒന്നുകിൽ കട്ട വാതറ അല്ലെങ്കിൽ കാട്ടുതീ. ഓണസ്റ്റ്ലി ട്രെയിലർ മാത്രം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് കാട്ടുതീ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ കഥ നമുക്ക് ട്രെയിലർ കൊണ്ട് അറിയാൻ പറ്റില്ല, റൈറ്റ്? ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാട്ടുതീ ലെവൽ ട്രെയിലർ. ഈ ജാൻഡർ ജയിക്കണം, എന്നാലേ ഈ ടൈപ്പ് പടങ്ങൾ ഇനിയും വരും. യെസ്, അതാണ് എൻ്റെയും സെയിം പോയിന്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ജാൻഡർ ജയിച്ചേ പറ്റൂ. ബിക്കോസ് വി നീഡ് ദാറ്റ്, റൈറ്റ്? എക്സ്പെരിമെൻ്റൽ മൂവീസ് മോളിവുഡിൽ അക്സെപ്റ്റൻസ് ഇല്ല. ട്രെയിലർ കണ്ടിട്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഈ മൂവി അറ്റ്ലീസ്റ്റ് ഹിറ്റെങ്കിലും ആവട്ടെ. I think most people are reflecting. എനിക്കുള്ള സെയിം ഐഡിയോളജി ഈസ് വാട്ട് അതർ പീപ്പിൾ ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ് ടു. ഇപ്പം എൻ്റെ ചേച്ചിയും മറ്റേ ടീസർ റിയാക്ഷൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിം ഡയലോഗാണ്. ട്രെയിലർ ഒന്ന് ഹിറ്റ് ആവട്ടെ, കാരണം മലയാളീസ് ഈ ഒരു ജാൻഡറിലോട്ട് കൂടുതൽ വരണം. ഡയറക്റ്റഡ് ബൈ പുള്ളിക്കാരൻ്റെ മൂവീസ് ഒന്നും ഞാൻ കണ്ടില്ല. പൊന്മാൻ ഞാൻ കണ്ടിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് പറഞ്ഞ് എടുത്തു നോക്കിയേ. പൊന്മാൻ ഞാൻ കണ്ടു നോക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ.
പൊന്മാൻ കണ്ടാലോ നെക്സ്റ്റ്? ലെറ്റ്സ് വാച്ച് പൊന്മാൻ മാൻ. ഫാദർ മറീൻ പിള്ളയാണ്, മണിയൻ പിള്ള രാജു, എക്സാക്ട്ലി ലൈക്ക് ഹിസ് ഫാദർ മണിയൻ പിള്ള. മണിയൻ പിള്ള രാജുവിൻ്റെ മോനാണോ അത്? ഒതുക്കി നിന്നാ പഠിക്കണം. ഓ, എനിക്കറിയില്ലായിരുന്നു. വെരി നൈസ്. ഇതിവിടെ ജയിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വീസില്ല റെഫറൻസ്. കഴിച്ചോ മോളെ, കുടിച്ചോ വായി. മാൻ, എനിക്ക് സിനിമ കാണണമല്ലോ. കാരണം ഇതൊരു വിഷ്വൽ എക്സ്പീരിയൻസ്. സാധാരണ ഇവൻ വലിയ വലിയ മൂവീസ് കാണുമ്പോൾ ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ഇതെനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കൊന്ന് റിവ്യൂ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കാം. that will beat people. Let me know what you think about this trailer. എൻ്റെ പെർസ്പെക്റ്റീവ് നിങ്ങൾ എഗ്രി ചെയ്യുന്നു അറിയിക്കും. And what trailers or movies or something that you want me to react to, let me know in the comment section. I'll definitely click on. See you guys next video. Good night. Goodbye.